അയ്യോ പോവുകയും ചെയ്തു. എടാ നീ എന്താ ഈ പൊട്ടം കളിക്കണ്? നീ വല്ല ഭക്ഷണമൊക്കെ എനിക്ക് ഗുളിക കഴിക്കണം, ഷുഗറുള്ളതല്ലേ? കിടന്ന് ഇങ്ങനെ അരക്കണ്ട എൻ്റെ അമ്മാവ. ഉണ്ടാക്കി തരാന്ന് പറഞ്ഞില്ലേ, ഞാനേ എനിക്ക് അറിയണ ഒരു സാധനം ഉണ്ടാക്കും. അതെന്താ? കുറച്ച് ഇതാ മറ്റേ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം പാരും, കുറച്ച് ഉപ്പും ഇടും. അപ്പൊ അത് ഗോതമ്പ് മാവാവും. എന്നിട്ട് അത് ചട്ടിയിലിട്ടിട്ട് 2 ദോശ ഇങ്ങനെ ഉണ്ടാക്കും. വേണമെന്നൊരു ചമ്മന്തി അരക്കും. ചമ്മന്തി ഒന്നും വേണ്ടടാ, കുറച്ച് മുളക് പൊടിയിലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്നും ഇങ്ങനെ ഞൊരണ്ടിയിട്ട് ഈ ദോശ ആയിട്ട് ഇങ്ങനെ മുക്കി തിന്നാ മതി. ഇത് പാകായ ഇത് മതിയാ? ഉപ്പ് റെഡിയാണോ നോക്ക്. പാകം തന്നെ നോക്കട്ടെ. കറക്റ്റാ. ഇപ്പോഴാണ് വീട്ടിൽ പെണ്ണുങ്ങളില്ലാത്തതിന്റെ വിഷമം മനസ്സിലാവുക. ഞാനിതൊക്കെ കാലം കുറേയായിട്ട് അനുഭവിച്ചോണ്ടിരിക്കണല്ലേ. എടാ നാട് ഭരിക്കാൻ എളുപ്പാ, പക്ഷെ കുടുംബത്തെ അടുക്കള ഭരിക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാ. നല്ല പാടന്നെ. അല്ല ഇപ്പൊ എങ്ങനെ അമ്മാവ് ഇത് പറയണത്? ഞാൻ ഇത് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉഗാണ്ടയിലെന്നല്ലേ താമസിക്കുന്നത്, ഇവിടെ തന്നെ അല്ലേ. അല്ല നിങ്ങൾക്ക് പെണ്ണും പടക്കോടിയൊന്നും ഇല്ലല്ലോ. വഴക്കോടി ഇല്ലെങ്കിലും എന്റെ അച്ഛൻ മരിച്ച സമയത്ത് കുട്ടികളായിരിക്കുമ്പോ ഞാൻ തന്നെയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. നമ്മുടെ നാട് ഭരിക്കുന്ന ധനകാര്യമന്ത്രി ഇല്ലേ, ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വളരെ എളുപ്പാ. ആ മന്ത്രിയോടൊന്ന് അടുക്കളയിലത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറഞ്ഞു നോക്ക്, ബബ്ബടിക്കും ബബ്ബ. നീ എന്തായി തരയണ്? ചട്ടി കാണല്ലേ അമ്മാവാ? അതാ അസലായിട്ട് ചട്ടി. അപ്പൊ എന്താ ചെയ്യാ? ദോശ ഉണ്ടാക്കണമെങ്കിൽ ചട്ടി വേണ്ടേ? അത് വേണം. ചട്ടി കാണാനില്ല. ചട്ടി കാണാൻ ഒന്നും നടക്കുന്നതിൽ ഇന്നിപ്പോ ഗുളിക കഴിക്കലൊന്നും ഉണ്ടാവില്ല എന്നാണ്. ഈ ചട്ടി ഇത് എവിടെ കൊണ്ടുപോയി വെച്ച് വേണം? നീ ഇന്ന് വേറെ എന്തെങ്കിലും ചെയ്യണ്ട. ഒരു കാര്യം ചെയ്യാം, ചട്ടി നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ ആദ്യം അങ്ങനെ ചായ വെച്ച് തരാം. 2 ബിസ്ക്കറ്റും കൂട്ടി തന്നാ റെഡിയാവും. ചായ ഇവിടെ വെച്ച് തന്നാലേ തൽക്കാലം വിരല് പിടിക്കല് മാറുമല്ലോ. ചായ ഉണ്ടാക്കുന്ന ബില്ല് കാണാനല്ല മാവ. അപ്പൊ ചായയും ഗോവിന്ദ. ഈ ഒരു കാര്യം ചെയ്താ തങ്കത്തിന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും മേടിച്ചു കൊടുത്താ. തങ്കത്തിന്റെ അടുത്ത് പോകാനാ? അവിടെ മറ്റോ ഇല്ലേ? പിന്നെന്തേ? അവനാകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കണം അവിടെ. എന്തിന്? എന്തിനെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാളും കൂടെ കൂടിയിട്ട് ഇവിടെ എന്തോ ഭയങ്കര പരിപാടിയാണ്, കുടിക്കണൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പുള്ളി വിചാരിച്ചത്. ഞാൻ പറഞ്ഞ കിടന്നല്ല അവനെ വിളിക്കാത്ത. എന്തിനാ ഞാൻ അവനെ കൂടെ വിളിച്ചിട്ട് ഇനി ആകെ അലമ്പുണ്ടാക്കാനാ? ഇപ്പൊ നിക്കണ പോലെ നോട്ടെ, ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെ എങ്ങനെ അവനത് അറിഞ്ഞ്? അവനറിഞ്ഞത് അമ്മാവന്റെ കുഴപ്പം തന്നെ. അമ്മാവൻ തന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുപ്പിയുടെ ഉമ്മറത്ത് കിട്ടത്. അപ്പൊ അത് കണ്ടിട്ടൊക്കെ മണപ്പിച്ച് നടക്കണ്ടാവും. അതാ കാരണം പോയി. നല്ല ദിവസം ഈ KCB ജീവനക്കാരുടെ തലയിൽ ഇടിത്തി വീണം. വേണ്ട, ഞാൻ അങ്ങോട്ട് ചത്തു പോട്ടെ എന്ന് പറ, അതല്ല നല്ലത്. അയ്യടാ, ഞാൻ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അതെ, ഫ്രിഡ്ജിൽ ഇഡ്ഡലി ഇരിക്കുന്നുണ്ട് ഇന്നലത്തെ, അത് വേണം എടുത്ത് കഴിക്കുന്നില്ല. ആ ഗുളിക കഴിക്കാതാ നല്ലത്. ചൂടാക്കാണ്ടപ്പോ ചൂടാക്കലും നടക്കില്ലല്ലോ ഇപ്പൊ ഇന്ന്. അല്ല ഗുളിക കഴിക്കണ്ടേ? വാ. എന്താ ക്ലീറ്റോ, ഇതെന്താ പറ്റിയ? പീഡന കേസിലെ പ്രതി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ? അസ്ഥാനത്ത് കോമഡി പറയല്ലേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. എന്താ ഇപ്പൊ പ്രശ്നം? പറ. തങ്കം, ഒരു മനുഷ്യന് ഏറ്റവും ഹൃദയവേദന ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് നിനക്കറിയാമോ? എന്ത് ഹൃദയോ? ആ പറഞ്ഞ സാധനം ഉണ്ടോ എന്റെ കുഞ്ഞിന്? മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് കേട്ടോ. എന്താ ഇപ്പൊ പ്രശ്നം? ശരിക്കുള്ള പ്രശ്നം പറ. എടീ, ഒരു മനുഷ്യന് ഏറ്റവും വിഷമം ഉണ്ടാകുന്ന കാര്യം എന്താണെന്നറിയാവോ? പറ. അവനെ ഒറ്റപ്പെടുത്തുമ്പോഴാ. അയ്യോടാ, അതിന് ആരാ എന്റെ ക്ലീറ്റോനെ ഇപ്പൊ ഒറ്റപ്പെടുത്തിയേ? നമ്മളെപ്പോഴും ഒരുമിച്ചല്ലേ ക്ലീറ്റോ? നമ്മളൊരുമിച്ച് തന്നെ. അപ്പുറത്ത് ഒരാളുണ്ടല്ലോ, കനകനാ? കനകനല്ല, കനകന് കൂട്ടിനിപ്പോ ആരാ വന്നേക്കണ അവിടെ? അതാണ് ഇത്ര വലിയ പ്രശ്നം. എന്റെ ക്ലീറ്റോ, അമ്മ അവളും അവിടെ ഇല്ല. അവൻ ഉറക്കത്തിൽ ദുസ്വപ്നം കാണുന്നോണ്ട് അമ്മ അവൻ കൂട്ടുകിടക്കാൻ വന്നല്ലേ. അത് ഇത്ര വലിയ പ്രശ്നമാക്കണ എന്തിനാ? എടീ, രാവിലെ ഞാൻ എണീറ്റ് നോക്കിയപ്പോ ചെടിയുടെ ഇടയിൽ ഒരു ഫുള്ളിന്റെ കുപ്പി, അത് കൂടിയ സാധനം, ലോക്കലൊന്നും അല്ല. ഒരു വാക്കിനോട് 2 എണ്ണം പറഞ്ഞ ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ഒക്കെ കഴുകി അച്ചാറിന്റെ കവറൊക്കെ വലിച്ച് എൻ്റെ മുഖത്തോട്ട് എറിഞ്ഞ്.
ആ ഇതൊന്നും ഞാൻ സഹിക്കില്ല കേട്ടോ. നന്നായി പോയി. അല്ലേ ഞാൻ അതിനു വേണ്ടി എന്ത് തെറ്റാ അവരുടെ അടുത്ത് ചെയ്ത് എന്നെ ഒഴിവാക്കാനായിട്ട്? നല്ല വിഷമമുണ്ടോ ക്ലീറ്റോ? തങ്ക നീ കളിക്കരുത് കേട്ടോ. എൻ്റെ ക്ലീറ്റോ, കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെളിയാണെന്ന് ഇനി ആർക്കും അറിയാൻ പാടില്ലാത്തത്? മേളി കൂടി പറഞ്ഞോണ കിളികൾക്കും കൂടി അറിയാം. അതുകൊണ്ട് എന്നെ വിളിക്കാത്തത്. ഓഹോ, അങ്ങനെ കിളികൾക്ക് അറിയാമെങ്കിൽ അത് നിന്റെ ആങ്ങളായിരിക്കും അതിനൊക്കെ പറഞ്ഞു കൊടുത്തത്. ആ എനിക്കും വരും ഒരു നല്ല കാലം. ഞാൻ കാണിച്ചു കൊടുക്കാടി. രണ്ട് പൊട്ടിച്ചാലാണ് ചെന്നിട്ട്. കൂടുതൽ തമാശ അടിക്കരുതേ നീ. ഒരു കൊതിക്കണക്കും പറഞ്ഞോണ്ടിരിക്കുകയാണ് നേരെ വിളിക്കുമ്പോ. പക്ഷെ അമ്മാവ ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതന്നെ അമ്മാവനിട്ട് കൊടുക്കാൻ. പിന്നെ ഇങ്ങനെയാണല്ലോ എൻ്റെ അടുത്ത്. ആ ഇതെന്താമോ ഇവിടെ വന്നിരുന്നത്? അകത്തിരുന്നാൽ മതിയായിരുന്നല്ലോ. കറണ്ട് ഇല്ലാണ്ടേ അവിടെ ചുട്ടിട്ട് ഇരിക്കാൻ പറ്റില്ല. എന്താ AC ഇല്ലാണ്ട് കഴിയാൻ പറ്റില്ല. കറണ്ട് വരട്ടെന്ന് കാത്തിരുന്നാലേ നിങ്ങളുടെ KSEB അല്ലേ ഒന്ന് പട്ടിണി കിടന്ന് ചാവും. നിൽക്കുകയാണെങ്കിൽ ഗുളിക കഴിച്ചാൽ അപ്പം ഭക്ഷണം കഴിക്കണം. ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ മോന്തി മോറോ കാണേണ്ടി വരും അമ്മാവ. ഞാൻ അങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് ഉന്ന നോക്കിയിരുന്നോ? അല്ല അതിനല്ല ഒരുമാതിരി ഇട്ടില്ല, കൊള്ളൂല. അത് ഈ ഫ്രിഡ്ജിൽ വെച്ചാൽ അങ്ങനെ തന്നെ. ഇന്നിപ്പോ എന്താ സാത്താനെ കാണാനില്ലല്ലോ. ആ ഇതാ എൻ്റെ കുഴപ്പം. കണ്ടു കഴിഞ്ഞാൽ അത്തം ചേർത്തി, കണ്ടില്ലെങ്കിൽ അപ്പം അന്വേഷിക്കും. ആ ഇതോ അമ്മാവനെ അന്വേഷിച്ച ആള് വന്നല്ലോ. ക്ലീറ്റസേ, ഇന്നലെ രാത്രി നീ എവിടെ ആയിരുന്നടാ? ഞാൻ ഇവിടെ ഒക്കെ അന്വേഷിച്ചു. ഞാനും. ഓ ഞാനേ നമ്മുടെ അലമാരിക്കകത്തൊരു ചെറിയ മേശയുണ്ടല്ലോ, അതിനുള്ളിൽ കയറി കിടക്കുമായിരുന്നു ഇന്നലെ. എന്തിന്? ഭയങ്കര എലിശല്യം. ആണോ? പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ എലിവേഷം കൊണ്ടു തന്നേനെ. അയ്യോ ഇത് വിഷത്തിലൊന്നും ചാവുന്ന എലികളല്ല, ഇതിനെയൊക്കെ തല്ലി കൊല്ലണം. മദ്യപിച്ച് ഇലക്ട്രിസിറ്റി ഓഫീസിലെത്തിയ ലൈൻമാൻ സസ്പെൻഷനിൽ. നന്നായി. 10 ദിവസം മുമ്പ് കാണാതായ സ്ത്രീയുടെ ജഡം പൊട്ടക്കിണറ്റിൽ ചീഞ്ഞളിഞ്ഞ് പുഴുവരിച്ച് പുഴുത്ത നിലയിൽ. ഇവിടെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണ കണ്ടോട് നിനക്ക്? ഭക്ഷണം അകത്ത് ഡൈനിങ് ടേബിളിൽ പോയിരുന്നു കഴിക്കണം. ഇത് എന്റെ വീടാണ്, ഞങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കഴിക്കും. ഞാനിത് എന്റെ പത്രം എന്റെ കാലിൽ നിന്ന് ഞാൻ ഇങ്ങനെ സൗകര്യത്തിന് വായിക്കും. നിനക്കെന്താ കുഴപ്പം? നീ എന്തിനാ ഇല്ലാത്ത വാർത്തകൾ വായിക്കാൻ നിൽക്കണ എന്റെ ക്ലീറ്റസ്? ഇതിലെ വാർത്തയെല്ലാം നിന്നോട് ആരെങ്കിലും പറഞ്ഞ? ആ വാർത്ത പത്രത്തിലുണ്ടാ? വാർത്ത ഉള്ളതുകൊണ്ടല്ലടാ വായിച്ചത്. നീ എന്ത് കാണിച്ചവിടെ? എന്തോ പിന്നെ പത്രം ഞാൻ നിന്റെ അടുത്ത് കൊണ്ടുവരാ. നീ വേലക്കാരനാടാ? ഞാൻ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ആ വാർത്ത കാണിക്കും. പിന്നെ കളിക്കണവൻ. കാശ് കൊടുത്ത് മേടിക്കണത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച പത്രമാണ്. എന്നെ അങ്ങോട്ട് വരുത്തിക്കരുത്. എന്താണ് ഇതുവരെ റെഡി ആയില്ലേ? എന്ത് റെഡി ആവണെന്ന് രാവിലെ തന്നെ മൂട് കളഞ്ഞാ പിശാച്. വേഗം ആവട്ടെ എന്നാ ചെല്ലി. കൂട്ടുകാരൻ ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഇന്നലെ? ഇന്നലെ കൂട്ടുകാരൻ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ എന്റെ കുടുംബത്തല്ലേ, ഞാനെന്തിനാ ഇവിടെ ഉണ്ടാണ്? നിന്റെ കുടുംബകാര്യമൊന്നും ഞാൻ ചോദിച്ചില്ല, നീ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നോന്നേ ചോദിച്ചോളൂ. നീ ഇന്നില്ലേ? ഞാൻ പറഞ്ഞു എന്താ അമ്മ ഇവനെന്താ പ്രാന്താണാ? ഞാൻ എന്റെ കുടുംബത്തോടെ കിടന്ന് ഉറങ്ങണ, ഞാൻ എന്തിനാ ഇവിടെ വന്ന് കിടക്കണ? എനിക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ടല്ലോ. അറിയുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട്. എന്താണ് നീ അറിയണ? ഞാൻ അറിയിച്ചോളാം. എന്തറിയിക്കാനാടാ? എന്താണ് ഞാൻ അറിയിക്കേണ്ടവരെ അറിയിച്ചോളാം. എവിടെ? മറ്റേ കേന്ദ്രത്തിലാ? എന്നാ നീ അറിയിക്ക്. അവിടുന്ന് നടപടിക്രമങ്ങളൊക്കെ ആയിട്ട് വരും, അപ്പോഴേക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ നേരിട്ടോളാം, നീ ചെല്ലാൻ നോക്ക്. ചെല്ലടാ. നീ അകത്തേക്ക് പോടാ. ഞാൻ എന്റെ വീട്ടിലാണ് നിൽക്കണേ. നീ വെറുതെ അവനോട് ചൊറിയാൻ നിൽക്കണ്ട. കാലത്തെ തുടങ്ങിയൊക്കെയാണ് ഇവനൊക്കെ. 3 നാളും കൂടെ ഉള്ള പരിപാടികളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. നീ എന്നെ പ്രാന്ത് പിടിപ്പിക്കാൻ പോവാടാണ്. അമ്മാവൻ, ഇങ്ങനെ ഒരു അമ്മാവൻ കേറി പോടാർന്ന്. ഞാൻ എന്റെ വീട്ടിലായിക്കണേ. പോയി വല്ല വേലയെടുത്ത് തിന്നടാ, മനുഷ്യന്റെ നെഞ്ചത്ത് കയറാതെ. കേറവിടാ, എല്ലാവന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് ഞാൻ പൊങ്കാല ഇടും. കാണിച്ചു തരാം ഞാൻ. എന്തൊരു ജന്മത്. അല്ല അമ്മാവാ, അമ്മയും ജമന്തി ഒന്നും ഇല്ല ഇവിടെ? ചേച്ചിക്ക് കാലിന്റെ മുട്ടുകുഴ തെറ്റിട്ടേ ആ വൈദ്യരുടെ അടുത്ത് പോയിരിക്കുക. 2 ദിവസം ഒഴിച്ചില്ല. അത് ശരി. അപ്പൊ കൂട്ടിന് പോയിരിക്കുകയാണ് ജമന്തി. ആ നേരത്തെ അങ്ങനെ ഓരോ കോലാഹലങ്ങൾ. എത്ര ഇഡലി ആയത്? എത്ര ഇഡലി കഴിച്ച്? ഒന്നും പറയണ്ട, പെണ്ണുങ്ങളില്ലാത്തന്റെ വിഷമം എപ്പോഴെല്ലാം അറിയണ്. ഇത് തൊട്ടൊക്കെ ഇന്നലത്തെ ഇഡ്ഡലി അത് ഫ്രിഡ്ജിൽ വെച്ചത്. കഴിച്ചോ. ഈ ഗുളിക കഴിക്കണ്ടേ, മുടക്കാൻ പറ്റില്ല. അതാ പെണ്ണുങ്ങൾ ഇല്ലാത്തതിന് 5-6 ഇഡലി തിന്നണ്ട. അതെനിക്ക് പിന്നെ ഇതൊക്കെ ശീലല്ലടാ. കനക ഇപ്പൊ തന്നെ വൈകി ഇങ്ങോട്ട് വാന്നേ. വരുന്നു. ആ